പാലക്കാട് മാട്ടുമന്തയിലെ പൊതുശ്മശാനത്തിൽ ശവസംസ്കാരത്തിന് ഷെഡ് പണിയാൻ NSS കരയോഗത്തിന് പാലക്കാട് നഗരസഭയുടെ അനുമതി. നഗരസഭ 20 സെന്റ് സ്ഥലം അളന്ന് തിട്ടപ്പെടുത്തി അതിർത്തി നിശ്ചയിച്ച് നൽകി. സ്ഥലത്തിന് ചുറ്റും അതിര് നിർമ്മാണം ആരംഭിച്ചു. ഗോകുൽ VS വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു. ഗോകുൽ, ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? അതായത് പാലക്കാട് നഗരസഭയാണ് 20 സെന്റ് സ്ഥലം NSS കരയോഗത്തിന് ആയി നൽകിയത്. നിർമ്മാണ ജോലികൾക്കാണ് നൽകിയത്. അത് ഷെഡ് നിർമ്മിച്ച് നൽകുക എന്നുള്ളതാണ് നൽകിയത്. പക്ഷേ ഇപ്പോൾ മതിൽ കെട്ടുന്ന അടക്കമുള്ള ജോലികൾ അവിടെ ഈ ശ്മശാനത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഇതിനെതിരെ വ്യാപകമായി പൊതുപ്രവർത്തകരും മറ്റും രംഗത്ത് വരുന്നുണ്ട്. അതായത് ഇതൊരു ജാതിയിലേക്കുള്ള തിരിച്ചുപോക്കാണ്. ജാതി തിരിച്ച് ഓരോ വിഭാഗത്തിനും അല്ലെങ്കിൽ അങ്ങനെ തിരിച്ച് നൽകേണ്ട ഒരു കാര്യമില്ല. ശ്മശാനം എന്ന് പറയുന്നത് എല്ലാവർക്കും ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. അത്തരത്തിലുള്ളൊരു വിലയിരുത്തലാണ് പല പൊതുപ്രവർത്തകരും പങ്കുവയ്ക്കുന്നത്. അതേസമയം തന്നെ നഗരസഭയോട് നമ്മൾ ചോദിക്കുമ്പോൾ ഇത് ഏകകണ്ഠമായാണ് നഗരസഭ ഈ ബില്ല് പാസ്സാക്കിയത്. ഇവിടെ അങ്ങനെ ഷെഡ് NSS പണിയുന്നെങ്കിലും അത് എല്ലാവർക്കും ഉപയോഗിക്കാവുന്ന തരത്തിലായിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ ഇത്തരത്തിൽ ഷെഡ് കെട്ടാനാണ് അനുമതിയെങ്കിലും NSS കരയോഗം അവിടെ മതിൽ കെട്ടി തിരിക്കുകയാണ്. ആ ഉത്തരവിൽ തന്നെ കൃത്യമായി അത് പറയുന്നുണ്ട്, ഷെഡ് കെട്ടാൻ അനുമതി എന്നുള്ളതാണ്. അതായത് മഴ നനയാതെ ഷെഡ് കെട്ടാം എന്നുള്ളതാണ്. പക്ഷെ അത് ഏതെങ്കിലും ഒരു സാമുദായിക സംഘടനയെ ഇക്കാര്യം ഏൽപ്പിച്ചത് എന്തിനാണ് എന്നത് തീർച്ചയായും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ്. അത്തരത്തിലൊരു പൊതു ശ്മശാനമാണ്. ഗോകുൽ VS ആണ് വിവരങ്ങൾ നൽകുന്നത്. നടപടിക്കെതിരെ പക്ഷേ പൊതുപ്രവർത്തകർ രംഗത്ത് വന്നു. ഈ പൊതു ശ്മശാനത്തിൽ ഇത്തരത്തിൽ വിവിധ ജാതിമത സംഘടനകൾക്ക് സ്ഥലം പകുത്തു നൽകാനുള്ള നീക്കം നമ്മുടെ സമൂഹത്തിൻ്റെ പൊതുവായ ആരോഗ്യത്തിന് ദോഷകരമാണ്. ഈ ശ്മശാനത്തിനകത്ത് കടന്നാൽ ഇത്തരത്തിൽ ഈ സംഘടനയെ പോലെ തന്നെ മറ്റു സംഘടനകളും സ്ഥലം ആവശ്യപ്പെട്ട് രംഗത്ത് വരികയാണെങ്കിൽ സ്വാഭാവികമായും മുനിസിപ്പാലിറ്റിക്ക് അവർക്കും സ്ഥലം അനുവദിക്കേണ്ടി വരും. അപ്പോൾ പൊതു ശ്മശാനം എന്ന ഒരു ആശയം തന്നെ ഇല്ലാതാവുകയും പകരം ഈ ശ്മശാനത്തിനകത്ത് ധാരാളം ജാതിമത സംഘടനകളുടെ ഉപശ്മശാനങ്ങൾ ഉയരുകയും ചെയ്യും. ഗോകുൽ VS ആണ് വിശദാംശങ്ങൾ നൽകിയത്. ജാതിമത സംഘടനകൾക്ക് ഇത്തരത്തിലൊരു പൊതു ശ്മശാനം നിർമ്മിക്കാനുള്ള അനുവാദം നൽകുക എന്നത് മൊത്തത്തിലുള്ള ഒരു സാമൂഹ്യ പശ്ചാത്തലത്തെ കാര്യമായി ബാധിക്കും, അതിൻ്റെ ആരോഗ്യത്തെ ബാധിക്കുമെന്നാണ് പൊതുപ്രവർത്തകർ അഭിപ്രായപ്പെടുന്നത്.